നമസ്തേ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു ചിലരും വോട്ടർമാരെ സ്വാധീനിക്കാനായി ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊന്നും വലിയ അടിസ്ഥാനങ്ങളൊന്നും കാണത്തില്ല, വസ്തുതകളുടെ പിൻബലം ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഉള്ള 2-3 കാര്യങ്ങൾ ഇന്ന് ഞാൻ ഒരു പത്രത്തിൽ കണ്ടു. ഒന്നാമത്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ചെറുക്കണം എന്ന്. വളരെ നല്ല ധീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. പക്ഷേ അതിൻ്റെ ആവശ്യം ഇന്ന് എന്താണ്? ഇങ്ങനൊരു പ്രസ്താവന നടത്താൻ തക്കവണ്ണമുള്ള പശ്ചാത്തല വസ്തുതകൾ എന്തൊക്കെയാണ്? അതുകൂടെ പറയണ്ടേ? ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഓരോ ജൽപ്പനങ്ങൾ നടത്തുന്ന പോലെ മാത്രമേ നമുക്കത് അതിനെ മനസ്സിലാക്കാൻ പറ്റൂ. അത് ഈ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെ പലതും അങ്ങനെ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ ഇതിനെയും ഗണിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വസ്തുതകൾ ഏതൊക്കെയാണ്, ആരാണ് മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊന്നും ചെയ്യാറില്ലേ? അതുകൂടെ അദ്ദേഹം വ്യക്തമാക്കണം. നമ്മളതുകൂടെ പരിശോധിക്കണം. എന്നിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിന് മാർക്കിടാൻ. വേറൊരു ആൾ പറഞ്ഞിരിക്കുന്നു, അതായത് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. അദ്ദേഹം പറഞ്ഞു, ഭരണഘടന അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഇന്നിവിടെ നിലനിൽക്കുന്നു എന്ന്. എന്താണാവോ ആ സാധ്യത? ആരാണ് അട്ടിമറിക്കാൻ പോകുന്നത്? ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്ന ആരാണ്? എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്? ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കണ്ടേ? ഇതൊന്നും വ്യക്തമാക്കാതെ വെറുതെ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വമില്ലായ്മയാണ്. ആരാണ് ഇപ്പം ഭരിക്കുന്നത്? BJP ആണ്. BJPക്കാർ ആരെങ്കിലും ഭരണഘടനയെ അട്ടിമറിക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്? 10 വർഷമായിട്ട് അവർ ഭരിക്കുന്നു. മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 10 വർഷമായിട്ട് ഭരിക്കുന്നു. ഭരണഘടനയെ അട്ടിമറിക്കാൻ എന്തെങ്കിലും ശ്രമം അവർ നടത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നാടിനിത് ആപത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ ആരോപണം ഉന്നയിക്കാം. ഇതൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തിനാണ് മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ വിഷം കലക്കുന്നത്? അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കണ്ട്, അവർക്കറിയാമല്ലോ, ജനങ്ങളൊക്കെ നല്ല ബോധമുള്ളവരാണ്, അവർക്കറിയാം. അവരെ ഇങ്ങനെ അവരുടെ ചിന്താധാരയെ ഇങ്ങനെ വഴിതെറ്റിച്ച് വിടരുത്. അതാണ് പുരോഹിതനോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ രാജ്യത്ത് അങ്ങനെ ഭരണഘടനയെ ആർക്കും മാറ്റി എഴുതാനൊന്നും പറ്റത്തില്ല. ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന സവിശേഷതകളുണ്ട്, അടിസ്ഥാന ഘടകങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ആ അടിസ്ഥാന ഘടകങ്ങളെ ആരും തിരുത്താൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാന ഘടകങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ ഒരു ഭരണഘടനാ ഭേദഗതിയും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഭരണഘടന തിരുത്തപ്പെടുന്നു, അട്ടിമറിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വേവലാതി കൊള്ളേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതൊരു എന്തോ ഒരു പേക്കിനാവ് കണ്ട് പിച്ചും പേയും പറയുന്നത് പോലെ തന്നെയാണ്. വെറുതെ ഇല്ലാത്ത കാര്യം കാണുകയാണ്. അതുപോലെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു, ഭരണഘടനയുടെ മേൽ വിനാശത്തിൻ്റെ ഒരു വാൾ തൂങ്ങിക്കിടപ്പുണ്ടെന്ന്. ഏറ്റവും ചെറിയൊരു അനക്കമുണ്ടായപ്പോൾ ആ വാൾ താഴെ വീഴും, ഭരണഘടന ഇല്ലാതാകും. ഡെമോക്രസിൻ്റെ വാളെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒരു ചൂട് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പുതിയ ഉപമയാണത്. എന്താണിത്? അദ്ദേഹത്തോടും ചോദിക്കാനുള്ളത്, എന്താണ് ഇതിന് ആസ്പദമായ വസ്തുത? വെറുതെ ഇങ്ങനെ ഒരു അതേ വാക്ക് തന്നെ ഉപയോഗിക്കും, ജൽപ്പനങ്ങൾ നടത്തരുത്. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുക, ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി. ഇവിടെ ഭരണഘടനയുടെ മേളിൽ ഏത് വാളാണ് തൂങ്ങിക്കിടക്കുന്നത്? എന്ത് വിനാശത്തിൻ്റെ വാളാണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. അതൊന്നും പറയാതെ വെറുതെ ഇങ്ങനെ നേതാക്കന്മാർ വന്ന് ഇങ്ങനെ ഒരു പാഴ്വാക്കുകൾ പറയരുത്. വളരെ മോശമാണത്. ഇത് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിങ്ങൾ പറയുന്നതെല്ലാം അപ്പടി കേട്ട്
അല്ലെങ്കിൽ കൂട്ടിലടച്ചിരിക്കുന്ന തത്തകളൊന്നുമല്ല ജനങ്ങൾ. അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ കാണാനും അഭിപ്രായം രൂപീകരിക്കാനുമുള്ള സാധ്യതകൾ, അതിനുള്ള ആ, വഴികൾ ഇന്ന് തുറന്നു കിടക്കുകയാണ്. അവരത് ചെയ്തോളും. നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയണം, യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നേ അവർ ധരിക്കൂ. അത് വേണോ എന്ന് ബിനോയ് വിശ്വത്തെ പോലുള്ളവർ ആലോചിക്കണം. അതാണ് ഇവർക്ക് 3 പേരോട് എനിക്ക് പറയാനുള്ളത്. അതാണ്. നന്ദി, നമസ്കാരം.